അനുമോളുടെ PR എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ പേര് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദേ വൈൽഡ് കാർഡ് അങ്ങോട്ട് വന്നു കയറിയപ്പോഴത്തേക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പഴയ മത്സരാർത്ഥികളും അനുമോളുടെ PR ആയി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വന്ന 5 പേർക്ക് അനുമോളോട് ഭയങ്കര ഒരു ഭവ്യതയും സ്നേഹവും മോട്ടിവേഷൻ കൊടുക്കലും ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി, അനുമോളാണ് പുറത്ത് സ്റ്റാർ എന്ന്. അതോടുകൂടി ഏറ്റവും കൂടുതലും കിളി പോയി 10 മടക്കി മിണ്ടാതെ അടുത്ത് വന്നിരിക്കുന്ന അപ്പാനി ചേട്ടനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബിന്നി ആണെങ്കിൽ മൊത്തത്തിൽ ബിന്നിയുടെ കിളി പോയി. ബിന്നി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളവർ വരെ ബിന്നിയെ കുറിച്ച് പറയുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡ് ആണ്, അവിടെയും കാണും ഇവിടെയും കാണും എന്ന്. ശൈത്യയുടെ മറ്റൊരു വേർഷനാണ് ബിന്നി. അപ്പം ഈ പറഞ്ഞ ബിന്നിക്ക് വരെ ഇപ്പൊ അനുമോളുമായിട്ട് അടുത്താ കൊള്ളാം. കാരണം ബിന്നി ആണെങ്കിൽ ഒരു തരത്തിൽ പോലും അനുമോളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്ത് പറയല്ലോ, ഈവൻ ആ റെന ഫാത്തിമ എന്തൊക്കെ അനുമോളെ പറഞ്ഞാലും ബിന്നി പറയുന്ന ന്യായം എന്ന് വെച്ചാൽ അനുമോൾ അങ്ങോട്ട് അങ്ങനെ ചെയ്തിട്ടല്ലേ, അനുമോൾ ഇങ്ങനെ പെരുമാറിയാ റെന ഫാത്തിമ ഇങ്ങനെ പെരുമാറത്തോളൂ, ഞങ്ങളുടെ അടുത്തൊന്നും റെന അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, ഇതാണ് ബിന്നിയുടെ ന്യായം. പക്ഷേ ഇതേ ഇന്നിപ്പോ ലൈവിൽ നടന്നൊരു സംഭവം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേര് വന്നു. ഇപ്പൊ മൊത്തത്തിൽ കിച്ചണില് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് കിച്ചണിനകത്താണ്. ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, മാത്രമല്ല കിട്ടിയിരിക്കുന്ന ആ ഒരു കിട്ടിയ വെജിറ്റബിൾസ്, ഇത്തവണ വെജിറ്റബിൾസ് കുറച്ചധികം നന്നായിട്ട് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ട് ഇവർക്കൊക്കെ ചോറുണ്ടാക്കണം, കറികൾ ഉണ്ടാക്കണം. ഈ പറയുന്ന കറികളൊക്കെ ഇപ്പൊ ഇപ്പോഴും അവരെ ഒരു മറ്റേ പയറ് തോരൻ പോലത്തെ പയറ് വിഴുക്ക് വരട്ടിയതൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെയാണ് ചിക്കനും മട്ടനും ഒക്കെ കിട്ടിയത്. അതിനപ്പുറം അവർക്കൊരു കറി ഉണ്ടാക്കാൻ അവിടെ അധികം ആർക്കും കുക്കിംഗ് അറിയത്തുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര നാഴി അരി ഇടണം, ചോറ് എത്ര വെക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല. ഷാനവാസാണ് കിച്ചന്റെ ക്യാപ്റ്റൻ, അപ്പാനിയാണ് മൊത്തത്തിലുള്ള ക്യാപ്റ്റൻ. അപ്പം ദൂരെ നിന്നിട്ട് നമ്മുടെ അനുമോൾ ഇത് പറയാണ്, എത്ര പേര് വന്നാലും എനിക്ക് എല്ലാവർക്കും ചോറ് വെക്കാനും എനിക്കിതൊക്കെ വെക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് മതി, ഞാൻ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറയാണ്. അപ്പം അപ്പാനി ഇതെല്ലാം കേട്ടിട്ട് ആ അനുവിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് വളരെ സൗമ്യമായിട്ട് അപ്പാനി അനുമോളോട്, നീ നന്നായിട്ട് തന്നെ ചെയ്തിരുന്നത്, നീ ചെയ്തതിനെ കുറിച്ച് ഞാനൊന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ നിന്റെ സംസാരം ശരിയല്ല, നീ എന്തിനാണ് ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്നേ, അതുകൊണ്ടല്ലേ. ആരാ ഈ പറയുന്നത്? അപ്പാനി എന്തൊക്കെയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ തല പിരിക്കും, അമ്മാതിരി ഉറക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ അനുമോളാണെങ്കിൽ കൂടുതലും കരയത്തേ ഉള്ളൂ. കരഞ്ഞ് കണ്ണുനീരൊക്കെ ഉപ്പാക്കി ഫുഡിനകത്ത് ഇടുന്നതാണ് അനുമോളുടെ പതിവ്. പക്ഷേ ഇവരൊക്കെയാണ് സത്യത്തിൽ ആ ബഹളം എന്ന് പറയുന്നത്. അപ്പം അനുമോളടുത്ത് വന്ന് സൗമ്യമായി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, അപ്പാനി ഉൾപ്പെടെ എല്ലാവർക്കും അനുമോളെ തൊട്ടാൽ അത് ഒരു ചീത്തപ്പേരാണ്, പുറത്ത് തനിക്കൊക്കെ നെഗറ്റീവ് ഇമേജ് ആണ്, അനുമോളാണ് ഇവിടെ നല്ലത് എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഈവൻ റെന ഫാത്തിമയ്ക്ക് അന്ന് ചോറ് കൊടുക്കാത്ത ഒരു ഇഷ്യൂ, അത് അപ്പാനിയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ലാലേട്ടൻ വന്നപ്പോൾ അതുവരെ അവിടെ പറഞ്ഞില്ലേ എന്ന് അനുമോൾ ചോദിക്കുകയാണ്. എന്നാൽ അപ്പോൾ പോലും അപ്പാനി പറയുന്നത്, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അനുമോളെ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ന്യായീകരിക്കുകയാണ്. അപ്പം ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ബിന്നി ഇരിപ്പുണ്ടായിരുന്നു. ബിന്നി പതുക്കെ നൈസായിട്ട് ആരും മനസ്സിലാവാത്ത രീതിയിൽ അനുമോളുടെ അടുത്ത് വന്നിരുന്നിട്ട് അനുമോളെ ഇങ്ങനെ കേൾക്കുന്ന കണക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ ബിന്നിക്കും ഒരു കാര്യം മനസ്സിലായി, അനുമോൾ ശരിക്കും ശരിയായിരുന്നോ. ബിന്നിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ബിന്നി ശ്രമിക്കുന്നത് ശരിയുടെ ഭാഗത്ത് നിൽക്കണം, എന്റെ ഭാഗത്തൊരു തെറ്റ് വരാൻ പാടില്ല, ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ബിന്നി പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അനുമോൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ കൂടിയത്. അതായത് ജിസേലൊക്കെയാണ് ശരി, ജിസേലൊക്കെ പറയുന്നതാണ് ശരി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അനുമോൾക്ക് ശരിയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, അനുമോളല്ലേ. ജിസേൽ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് ജിസേലിനെ കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ അവിടെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ബിന്നി കരുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ജിസേലിന് അങ്ങനെ സംഭവിക്കത്തില്ല, തെറ്റുകളൊന്നും ജിസേൽ ചെയ്യത്തില്ല. പക്ഷെ ജിസേല് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിന് ആര്യന്റെ ഭാഗത്തുണ്ടായ തെറ്റുകളൊക്കെ ബിന്നി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതാണ് പറഞ്ഞത്, ബിന്നിക്ക് ഇമേജ് കോൺഷ്യസ് ഉണ്ട്, ബിന്നിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കരുതെന്ന് ബിന്നി ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ ന്യൂട്രൽ ആയിട്ട് പിടിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്നത്. അപ്പം വീണ്ടും ഇപ്പൊ ഈ ഒരു വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും അനുമോളോട് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ബിന്നി വരെ അനുമോളെ സപ്പോർട്ട് ചെയ്യാണ്. ഇന്നലെ തന്നെ ആ വൈൽഡ് കാർഡ് വന്ന സമയത്ത് തന്നെ മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ടല്ലോ ഇവർ രണ്ടുപേരും ജയിലിൽ കിടക്കണം എന്ന്, അനുമോളും ജിസേലും. അപ്പൊ ആ സമയം അത് കറക്റ്റ് ആയിട്ട് ഇന്ന സമയം തൊട്ട് മതി എന്നൊക്കെ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞപ്പം അനുമോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിസേലിന്റെ അടുത്ത് പോയിട്ട്, അല്ല അനുമോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അനുമോൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്ന് പോയി ന്യായീകരിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യം ബിന്നിക്കില്ല. പക്ഷെ ബിന്നി ഇവിടെ ശ്രമിക്കുന്നത് അനുമോളോട് തനിക്കിപ്പോൾ ഇഷ്ടമുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ എന്തായാലും മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അനുമോൾ കുറച്ച് ഫ്രീ ആയിട്ട് സ്വന്തമായിട്ട് കളിച്ചാൽ രക്ഷപ്പെടാം. ഇത്ര നാളും മറ്റുള്ളവർ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അനുമോൾ കയറി വന്നത്.
പക്ഷേ ആ ഒരു ഇഷ്ടമൊക്കെ ഇനി അങ്ങോട്ട് മാറും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഗെയിം ചേഞ്ച് ചെയ്യും. ഇനി പുതിയ പുതിയ ടോപ്പിക് വരും. എനിക്ക് തോന്നുന്നത് അടുത്തിടെ ഇനി വരാൻ പോകുന്ന ടോപ്പിക് അത്രയും വേദലക്ഷ്മി മസ്താനിയാണ്. മസ്താനി കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് ആണ്, അതായത് ഫെയർ പ്ലേ എന്ന് പറയാൻ പറ്റില്ല. രേണു സുധീനെയൊക്കെ പോയി ചൊറിഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കി അവസാനം മിക്കവാറും മസ്താനി ഡയറക്റ്റ് എവിക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പുറത്തെ കാര്യം വെച്ച് കളിക്കുന്നുണ്ട്. പക്ഷെ വേദലക്ഷ്മി ഇത് അഭിനയമല്ലെങ്കിൽ എനിക്ക് വേദലക്ഷ്മിയുടെ സംസാരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊരു റിയൽ ഫേസ് അല്ല. ബിഗ് ബോസിൽ വന്നിട്ട് അഭിനയിച്ച് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും വേദലക്ഷ്മിനെ എല്ലാവരും കൂടെ ട്രിഗർ ചെയ്യും. വേദലക്ഷ്മിനെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ആരോടും ഒരു മമതയും കാണിക്കാതെ എല്ലാവരുടെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് 1 to 1 സംസാരമൊക്കെയാണ് വേദലക്ഷ്മിക്ക്. പക്ഷേ ഇതേ കണക്ക് പിടിച്ചു നിന്നാൽ വേദലക്ഷ്മിക്ക് നല്ലതാണ്. നല്ലൊരു സ്ട്രാറ്റജിയൊക്കെ എടുത്തിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റണം, അവിടെയാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു 5 ആഴ്ച ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് ഇന്ന് തൊട്ട് തീർന്നു തുടങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ പുതിയ പുതിയ കോണ്ടന്റുകൾ വന്നു തുടങ്ങും. പിന്നെ അനുമോളിനെ തന്നെ വീണ്ടും ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ പണി കിട്ടുകയും ചെയ്യും. അത് പണി കിട്ടുന്നത് മറ്റുള്ളവർക്കാണ്, അനുമോൾക്ക് അത് നല്ലതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.